എല്ലാവരും ഇത് ആരംഭിച്ചത് ചെറുതായിട്ടാണ്. പക്ഷേ ആരംഭിച്ചവരിൽ ഒരു നല്ല ശതമാനവും രക്ഷപ്പെട്ടിട്ടില്ല, അവരുടെ കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നാം കാര്യമായിട്ട് പരിഗണിക്കണം. രണ്ട് കാര്യങ്ങളാണ് വായയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്ന് നമ്മുടെ സംസാരം, രണ്ട് നമ്മുടെ ഭക്ഷണ രീതി. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. മൂക്കും ശ്വസനം കൂടെ വളരെ പെട്ടെന്ന് പറയാം, സമയം അതിക്രമിക്കുന്നതിനാൽ. ഞാനും നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യുന്നതും അത്യാവശ്യം ചെയ്യേണ്ടതും എന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു കാര്യമുണ്ട്. അതെന്താ? ശ്വസനമാണ്. നമ്മളിൽ എത്ര പേർ നമ്മുടെ ശ്വാസത്തെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്? ഞാനതിനെ ഒരു ധ്യാനമെന്ന് പറയാം. വെറുതെ ഇരുന്ന് നമ്മുടെ